SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ AKG ഭവനിലെത്തിയ ഡൽഹി പോലീസിന്റെ നടപടിയെ CPM നേതാക്കൾ ചോദ്യം ചെയ്തത് നാടകീയ രംഗങ്ങൾക്കാണ് ഇടയാക്കിയത്. ഒടുവിൽ ഏറെ നേരത്തെ തർക്കങ്ങൾക്കൊടുവിലാണ് പോലീസ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങിയത്. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ അധ്യക്ഷയും SFI നേതാവുമാണ് ഐഷി ഘോഷ്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള CPM നേതാക്കളുടെ ഇടപെടലിലൂടെയാണ് വിഫലമായത്. SFI നേതാവ് ഐഷി ഘോഷിനെതിരെ ദില്ലി പോലീസാണ് നടപടിയുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ AKG ഭവന് സമീപം ഐഷിയെ തിരഞ്ഞെത്തി. നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് CPM. ഇന്ന് പട്യാല ഹൗസ് കോടതിയിൽ അറസ്റ്റ് വാറന്റിനെതിരെ സമീപിക്കും. പാർട്ടി ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയുള്ള പോലീസ് നടപടി സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. വിഷയം പാർലമെന്റിലും ഉയർത്തിയേക്കും. പാർട്ടി ആസ്ഥാനത്ത് കയറിയുള്ള നടപടി ഇടത് നേതാക്കൾ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും MP-മാർ വ്യക്തമാക്കി. 2021 കേസിന്റെ ഭാഗമെന്നാണ് സൂചന. ദില്ലിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു ഐഷി. പോലീസ് എത്തിയതിനെ തുടർന്നാണ് CPM നേതാക്കൾ AKG ഭവനിലേക്ക് എത്തിയത്. അതിനാടകീയമായ സംഭവങ്ങളാണ് ദില്ലി AKG ഭവനിൽ അരങ്ങേറിയത്. യൂണിഫോമിൽ അല്ലാതെയാണ് ദില്ലി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥ എത്തിയത്. ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ പോലീസിനോട് സംസാരിച്ചു. ശേഷം അവർ മടങ്ങിപ്പോയി. CJP സമരത്തിലെ വളരെ സജീവ സാന്നിധ്യമായിരുന്നു ഐഷി ഘോഷ്. നിരാഹാര സമരത്തിലും ഐഷി ഘോഷ് പങ്കാളിയായിരുന്നു. തുടർന്ന് ഐഷിയെ കസ്റ്റഡിയിലെടുക്കാതെ പോലീസ് മടങ്ങുകയായിരുന്നു. പോലീസ് പകപോക്കലെന്നാണ് ജോൺ ബ്രിട്ടാസ് സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം അനുവാദം വാങ്ങാതെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിനുള്ളിൽ പോലീസുകാർക്ക് പ്രവേശിക്കാനാകില്ലെന്നും ജോൺ ബ്രിട്ടാസ് MP പറയുന്നു. നെയിം പ്ലേറ്റ് ഇല്ലാതെയാണ് പോലീസ് വന്നത്. യൂണിഫോം ഇല്ലാതെ വന്നതിനെ ചോദ്യം ചെയ്തപ്പോൾ മഴ കാരണം യൂണിഫോം ധരിച്ചില്ലെന്ന വിചിത്രമായ മറുപടിയാണ് നൽകിയതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. പ്രതികാര നടപടി ഉണ്ടാകില്ല എന്നും കേന്ദ്രം പറഞ്ഞത് വെറുതെ എന്നാണ് CPI ജനറൽ സെക്രട്ടറി MA ബേബി വിഷയത്തിൽ പ്രതികരിച്ചത്. ക്രിമിനൽ കുറ്റമാണ് പോലീസ് ചെയ്തത്. യൂണിഫോം ഇല്ലാതെയാണ് പോലീസ് വന്നത്. സോനം വാങ്ചുക്കിനെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഐഷി ഘോഷിനെ തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്നും MA ബേബി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാർത്ഥികളുടെ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ദില്ലിയിലേക്കെത്തിയ CJP നേതാവ് അഭിജിത് ദീപ്കെ അന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടപ്പോൾ SFI നേതാവ് ഐഷി ഘോഷിന്റെ സാന്നിധ്യം ഉറപ്പായി വേണമെന്ന് പറയുകയായിരുന്നു. സമരത്തിന്റെ ആരംഭം മുതൽ വിദ്യാർത്ഥികളോടൊപ്പം ഐഷി ഘോഷ് ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു. സജീവ സാന്നിധ്യമായിരുന്നു ഐഷി. 1995 ഒക്ടോബർ 22 പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ് ഐഷി ഘോഷ് ജനിച്ചത്. പിന്നീട് ഡൽഹി സർവകലാശാലയിലെ ദൗലത്ത് റാം കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. തുടർന്ന് JNUവിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദവും പൂർത്തിയാക്കി. നിലവിൽ JNUവിൽ ഗവേഷക വിദ്യാർത്ഥിയാണ്. 2019 SFI പ്രതിനിധിയായി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി ഐഷി ഘോഷ് തിരഞ്ഞെടുക്കപ്പെട്ടു. 13 വർഷത്തിന് ശേഷമായിരുന്നു JNUവിൽ SFI പ്രതിനിധി യൂണിയൻ ഭാരവാഹിയാകുന്നത്. ഇതോടെ ഐഷി ഘോഷിനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഫീസ് വർധനവിനെതിരെയുള്ള സമരങ്ങൾക്കും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുമുള്ള പ്രക്ഷോഭങ്ങൾക്കും JNUവിൽ നേതൃത്വം നൽകിയ ഐഷി ഘോഷിനെ 2020 ജാനുവരിയിൽ JNU ക്യാമ്പസിനുള്ളിൽ മുഖം മൂടി ധരിച്ചെത്തിയ ഒരു സംഘം ക്രൂരമായി ആക്രമിച്ചു. ഈ സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM സ്ഥാനാർത്ഥിയായി ജാമുറിയ മണ്ഡലത്തിൽ നിന്നും ഐഷി മത്സരിച്ചിരുന്നു. SFIയുടെ ദില്ലി ജില്ലാ സെക്രട്ടറിയാണ് ഐഷി ഘോഷ്. അതായത് പല സമര വേദികളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു SFI നേതാവായിട്ടുള്ള ഐഷി ഘോഷ്. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ഐഷി ഘോഷിനെതിരെ കേസുണ്ട്. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് അവിടെ എത്തിയത്. അതിനെയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ തടയുകയും ആ അറസ്റ്റ് രേഖപ്പെടുത്താതെ പോലീസ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളോടുള്ള കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ CJP സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലുള്ള ഡൽഹി പോലീസിന്റെ പകപോക്കലാണ് എന്നാണ് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഐഷി ഘോഷിനെതിരെ നടപടി ഉണ്ടാകുമോ, അറസ്റ്റ് വാറന്റ് അടക്കം കൊണ്ടുവന്ന് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.
അതേസമയം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം തുടരുകയാണെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുമെന്ന് CJP നേതാവ് അഭിജിത് ദീപ്കെ. നിലവിൽ കേസുകളിലും FIRകളിലും അന്വേഷണം തുടരാമെന്ന സുപ്രീം കോടതി ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്നും CJP വ്യക്തമാക്കി. കോടതി ഉത്തരവ് നിലവിലുണ്ടെങ്കിൽ പോലും കേസുകളിൽ അന്വേഷണം തുടരാൻ പാടില്ലെന്നാണ് സംഘടനയുടെ നിലപാട്. നേരത്തെ CJPക്ക് നൽകിയ ഉറപ്പ് സർക്കാർ കോടതിയെ ഔദ്യോഗികമായി അറിയിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കാമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണെന്നും നൽകിയ വാക്ക് സർക്കാർ നിർബന്ധമായി പാലിക്കണമെന്നാണ് CJP മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ വേട്ടയാടുന്നത് സർക്കാർ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അഭിജിത് ദീപ്കെ എക്സിൽ പങ്കുവച്ചൊരു കുറിപ്പിൽ പറയുന്നുണ്ട്. വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് CJPയുടെ തീരുമാനം. വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നതിൽ കടുത്ത അതൃപ്തിയുമായി CJP രംഗത്ത് വന്നിരുന്നു. ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും CJP മുന്നറിയിപ്പ് നൽകി. ദില്ലിയിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നു എന്നാണ് പരാതി. അസം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് കൂടുതലായി പോലീസ് നടപടി തുടരുന്നത്. ബീഹാറിൽ തേജ് പ്രതാപ് യാദവും അടക്കമുള്ള നേതാക്കൾ ജയിലിലാണ്. സമരക്കാർക്കെതിരെ ദില്ലിയിലോ പുറത്തോ കേസെടുക്കുന്നില്ലെന്നായിരുന്നു സർക്കാരിന്റെ ഉറപ്പ്. ഇതാണ് ലംഘിക്കപ്പെടുന്നത്. FIRകൾ അടിയന്തരമായി പിൻവലിക്കണമെന്നും CJP ആവശ്യപ്പെട്ടു. ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ അത് യുവാക്കളോടുള്ള വിശ്വാസവഞ്ചനയാണെന്നും CJP വക്താവ് സൗരവ് ദാസ് സമൂഹ മാധ്യമമായ എക്സിൽ പ്രതികരിച്ചു. രേഖാമൂലമുള്ള ഉറപ്പ് നാളെ സർക്കാർ നൽകാനിരിക്കെയാണ് പറഞ്ഞതല്ല നടക്കുന്നതെന്ന ആരോപണം ശക്തമാകുന്നത്.